നിങ്ങളുടെ ശത്രുവിനെ എങ്ങനെ പരാജയപ്പെടുത്താം? നമ്പർ 1, എല്ലായ്പ്പോഴും കാം ആയിട്ടിരിക്കുക. നിങ്ങൾ അപ്സെറ്റാണ് എന്ന് ശത്രുവിന് തോന്നരുത്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മളിൽ നിന്നും റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നു. അവർ സാറ്റിസ്ഫൈഡ് ആകുന്ന പോലെ നമ്മൾ ഒന്നിനോടും പ്രതികരിക്കരുത്. കാം ആൻഡ് കൂൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഡിസ്റ്റർബാക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നവർ മനസ്സിലാക്കട്ടെ. നമ്പർ 2, ശത്രുവിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക. നിങ്ങൾ കണ്ണിൽ നോക്കി സംസാരിച്ചാൽ ശത്രുവിനെ വേണ്ട വിധത്തിൽ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. സോ ഹോൾഡ് ഐ കോൺടാക്റ്റ്. അത് നിങ്ങൾ കൂടുതൽ കോൺഫിഡൻറ്റ് ഉള്ള ആളാണെന്ന് കാണിക്കുന്നു. നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനെ അവർ നിർബന്ധിതരാവുകയും ചെയ്യും. അവരുടെ കണ്ണിൽ നോക്കി പുഞ്ചിരിക്കുന്നത് വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ്. നിങ്ങളെ അപ്സെറ്റ് ചെയ്യാനാണ് അവരുടെ ഉദ്ദേശം എങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണമായിരിക്കില്ല അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്പർ 3, വിശ്വസ്തരായ ആരോടെങ്കിലും ഇവരെപ്പറ്റി സംസാരിക്കുക. ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ശത്രുവിനെ നേരിടുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും. ഒരാൾ കൂടെ നിങ്ങളുടെ പുറകിൽ ഉണ്ടെങ്കിൽ ശത്രുവിനെ നേരിടുന്നത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. നിങ്ങളുടെ വിശ്വസ്തരായ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ ഉള്ള ആരോടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നറിയുമ്പോൾ അവർ പിൻവലിയുകയും നിങ്ങളെ കൂടുതലായി വേദനിപ്പിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. നമ്പർ 4, ശത്രുവിനെ താഴ്ത്തി സംസാരിക്കുന്നതിന് പകരം സ്വയം കോൺഫിഡൻസോടുകൂടെ നിങ്ങളെപ്പറ്റി കൂടുതൽ ഇംപ്രഷനിൽ സംസാരിക്കുക. നിങ്ങൾ അവരെക്കാൾ വലിയ അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ഉള്ള ആളാണെന്ന് തോന്നിക്കത്തക്ക വിധം പെരുമാറുക. അത് ശത്രുവിനെ കൂടുതൽ നിരാശരാക്കും. നിങ്ങളുടെ ശത്രു നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതും ഹാപ്പി ആകുന്നതും കാണാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് അവർക്ക് മുന്നിൽ നിങ്ങൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് എതിരാളിയെ ഡിഫീറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ സമയം ചെലവിടുക. എന്നുവെച്ചാൽ നിങ്ങളെപ്പറ്റി കൂടുതൽ സമയം ചിന്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയം ചെലവിടുക. നിങ്ങൾക്ക് എൻജോയബിളായ അല്ലെങ്കിൽ റിലാക്സിംഗ് ആയ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിയുള്ള കാര്യങ്ങൾ കൂടുതലായി ചെയ്യുക. നിരാശയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായോ അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുമായോ സമയം ചെലവിടുക. നിങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പോസിറ്റീവ് ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. സ്വയം ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. യെസ്, ഐ ക്യാൻ, എനിക്കതിന് സാധിക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.